ഭക്തരുടെ കണ്ണിനും മനസ്സിനും പൊൻകണിയായി 7.5 പൊന്നാനകൾ. നിറചൈതന്യത്തിന്റെ നട തുറന്നതോടെ ഓം നമഃശിവായ മന്ത്രങ്ങൾ ചൊല്ലി ഭക്തർ ക്ഷേത്രാങ്കണത്തെയും പരിസരത്തെയും ഭക്തിയുടെ ഉന്നതിയിലെത്തിച്ചു. ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ 8ാം ദിവസത്തിലാണ് പ്രസിദ്ധമായ 7.5 പൊന്നാന ദർശനം. 7.5 പൊന്നാന ദർശന സമയം ആസ്ഥാന മണ്ഡപത്തിൽ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ ദേവന്മാരുടെ സാന്നിധ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. ആസ്ഥാന മണ്ഡപത്തിൽ മഹാദേവന്റെ ഇടതുഭാഗത്ത് 4-ഉം വലതുഭാഗത്ത് 3-ഉം തിടമ്പിന് മുന്നിൽ അരയാനയെയും എഴുന്നള്ളിച്ചു നിർത്തും. തിരുവിതാംകൂർ മഹാരാജാവ് മാർത്താണ്ഡവർമ്മ ഏറ്റുമാനൂരപ്പന് നടക്കിവച്ചതാണ് 7.5 പൊന്നാന എന്നാണ് ഐതിഹ്യം. വരിക്കപ്ലാവിൻ തടിയിൽ നിർമ്മിച്ച് സ്വർണം പൊതിഞ്ഞതാണ് ആനകൾ. 7 എണ്ണത്തിന് 2 അടി ഉയരവും ചെറിയ ആനയ്ക്ക് 1 അടി ഉയരവുമാണുള്ളത്. അഷ്ടദിക്പാലകരുടെ വാഹനമായ അഷ്ടദിഗ്ഗജങ്ങളാണ് പൊന്നാനകൾ. ഐരാവതം, പുണ്ഡരീകം, കുമുദം, അഞ്ജന, പുഷ്പദന്തൻ, സുപ്രതീകൻ, സാർവഭൗമൻ, വാമനൻ എന്നിവയാണ് പൊന്നാനകൾ പ്രതിനിധീകരിക്കുന്നത്. ഇതിൽ വാമനൻ ചെറുതായതിനാൽ 7.5 പൊന്നാനയായി എന്നാണ് ഐതിഹ്യം. കുംഭമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് 7.5 പൊന്നാന ദർശനം. 75 കിലോ തൂക്കം ഉള്ളതാണ് 7.5 പൊന്നാന. ഓരോന്നും 10 കിലോ വീതം തൂക്കം വരുന്നതാണ്. അരയാന 5 കിലോയും 13 കിലോ സ്വർണം പൂശിയതാണ് 7.5 പൊന്നാന. 7.5 പൊന്നാന ദർശിച്ച് വലിയ കാണിക്ക അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയത്. തിരുവുത്സവത്തോടനുബന്ധിച്ച് നടന്ന മയിലാട്ടം ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.